request the Chief Secretary to take over the proceedings. സത്യപ്രതിജ്ഞ ചടങ്ങ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരു മിനിറ്റിനുള്ളിൽ സുവേന്ദു അധികാരി പശ്ചിമ ബംഗാളിന്റെ ആദ്യത്തെ BJP മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത അധികാരം ഏൽക്കുകയാണ്. മമതാ ബാനർജിക്ക് ശേഷം സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ വാചകം ചൊല്ലിക്കൊടുക്കാനായി ഗവർണറെ ക്ഷണിച്ചു കഴിഞ്ഞിരിക്കുന്നു. I may now read the order of appointment of the Honorable Chief Minister. The order reads, the Governor of West Bengal order, in exercise of the power conferred on me by Article 164(1) of the Constitution of India, I, R.N. Ravi, Governor of West Bengal, hereby appoint Shri Shubhendu Adhikari as Chief Minister of the State of West Bengal. Signed by Shri R.N. Ravi, Governor of West Bengal, on 8th May 2026. May I now request Shri Shubhendu Adhikari, Honorable Chief Minister Designate, to take oath before the Honorable Governor. സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുകയാണ്. സത്യപ്രതിജ്ഞ ചെയ്യാനായി സുവേന്ദു അധികാരിയെ ക്ഷണിച്ചു. ഗവർണർ R.N. രവി സത്യവാചകം ചൊല്ലിക്കൊടുക്കും. আমি শুভেন্দু অধিকারী ঈশ্বরের নামে শপথ করিতেছি যে বিধি দ্বারা স্থাপিত ভারতের সংবিধানের প্রতি আমি অকৃত্রিম নিষ্ঠা ও আনুগত্য পোষণ করিব। আমি ভারতের সার্বভৌমত্ব ও অখণ্ডতা রক্ষা করিব। পশ্চিমবঙ্গ রাজ্যের মুখ্যমন্ত্রী রূপে আমার কর্তব্যসমূহ নিষ্ঠাপূর্বক এবং বিবেকসম্মতভাবে নির্বাহ করিব এবং ভয় বা পক্ষপাত প্রীতি বা বিদ্বেষ রহিত হইয়া সকল শ্রেণীর জনগণের প্রতি সংবিধান ও বিধি অনুসারে ন্যায়াচরণ করিব। സുവേന്ദു അധികാരി പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. BJPയെ സംബന്ധിച്ച് ആദ്യത്തെ പശ്ചിമ ബംഗാളിന്റെ BJP മുഖ്യമന്ത്രി. আমি শুভেন্দু অধিকারী ঈশ্বরের নামে শপথ করিতেছি যে পশ্চিমবঙ্গ রাজ্যের মুখ্যমন্ত্রী রূপে যে কোনো বিষয় যাহা আমার বিবেচনার জন্য আনিত হইবে বা আমি জ্ঞাত হইব তাহা মুখ্যমন্ত্রী রূপে আমার কর্তব্যসমূহের যথাযথ নির্বাহের জন্য যেরূপ আবশ্যক হইতে পারে তদ্গতিকে আমি প্রত্যক্ষ বা পরোক্ষভাবে কোনো ব্যক্তি বা ব্যক্তিগণের নিকট জ্ঞাপন করিব না বা প্রকাশ করিব না। സത്യപ്രതിജ്ഞ പൂർത്തിയായിരിക്കുന്നു. സുവേന്ദു അധികാരി പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രിയായി ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഈ സംസ്ഥാനം ഇതുവരെ BJPയുടെ പിടിയിൽ നിന്ന് അകന്നു നിൽക്കുകയായിരുന്നുവെങ്കിൽ 2016 വെറും 3 സീറ്റ് മാത്രം ഉണ്ടായിരുന്ന BJP ഒരൊറ്റ പതിറ്റാണ്ട് കൊണ്ട് ആ സംസ്ഥാനത്തിന്റെ അധികാര സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. പരമ്പരാഗതമായി ഇടതുപക്ഷത്തിന് വലിയ വേരുള്ള സ്ഥലം. 1967 വരെ കോൺഗ്രസ് ഭരിച്ചു. പിന്നീട് ദീർഘകാലം CPM ഭരിച്ച മണ്ണാണ് പശ്ചിമ ബംഗാൾ. 2011 വരെ 3.5 പതിറ്റാണ്ട് CPMന്റെ മുഖ്യമന്ത്രിമാർ. ആദ്യം ജ്യോതി ബസു, പിന്നീട് ബുദ്ധദേവ് ഭട്ടാചാര്യ. അങ്ങനെ 2011 അധികാരത്തിലേറ്റെടുത്ത മമതാ ബാനർജിക്ക് 15 വർഷമാണ് ഭരിക്കാൻ കഴിഞ്ഞത്. 2011-ലും 16-ലും 21-ലും മമതാ ബാനർജി ജയിച്ച് മുഖ്യമന്ത്രിയായതായി. ഇപ്പോൾ സുവേന്ദു അധികാരി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ഒരു കാലത്ത് മമതയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തൻ, നന്ദിഗ്രാമിന്റെ ആർക്കിടെക്റ്റ്, മമതാ ബാനർജിയുടെ ഭരണത്തിന്റെ അല്ലെങ്കിൽ മമതാ ബാനർജിയുടെ മുന്നേറ്റത്തിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് സുവേന്ദു അധികാരിയായിരുന്നു. ആ സുവേന്ദു അധികാരി കഴിഞ്ഞ തവണ നന്ദിഗ്രാമിൽ മമതാ ബാനർജിയെ പരാജയപ്പെടുത്തി. പക്ഷേ സംസ്ഥാന ഭരണം മമതയ്ക്ക് തന്നെയായിരുന്നു. ഇത്തവണ ഭവാനിപ്പൂരിൽ മമതാ ബാനർജിയെ പരാജയപ്പെടുത്തിയെന്ന് മാത്രമല്ല പാർട്ടിയെ അധികാരത്തിലേക്ക് നയിച്ച് പശ്ചിമ ബംഗാളിന്റെ ആദ്യത്തെ BJP മുഖ്യമന്ത്രിയായിരിക്കുന്നു. യോഗി ആദിത്യനാഥ് അദ്ദേഹത്തെ കാവി ഷോൾ അണിയിക്കുന്നു. ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് ആകെ, അതുപോലെ തന്നെ കിഴക്കൻ ഇന്ത്യ ആകെ NDA ഘടകകക്ഷി നേതാക്കളും ചന്ദ്രബാബു നായിഡുവും അതുപോലെ തന്നെ ചിരാഗ് പസ്വാനും അടക്കമുള്ള
ഘടകകക്ഷി നേതാക്കൾ എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട്. BJP-യെ സംബന്ധിച്ചും NDA-യെ സംബന്ധിച്ചും ഇതൊരു ചരിത്ര നിമിഷമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ബംഗാളിൽ തിരിച്ചടിയേറ്റിരുന്നു. പല സംസ്ഥാനങ്ങളിലും ബംഗാളിലും ഉത്തർപ്രദേശിലും NDA-ക്ക് തിരിച്ചടിയേറ്റിരുന്നുവെങ്കിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് BJP അതിന് മധുര പ്രതികാരം ചെയ്തിരിക്കുന്നു. സുവേന്ദു അധികാരി ഇനി ബംഗാളിന്റെ അധികാരിയാണ്. 15 കൊല്ലത്തെ 1.5 പതിറ്റാണ്ടിന്റെ മമതാ ഭരണം അവസാനിച്ചിരിക്കുന്നു. ഇനി സുവേന്ദു അധികാരിയാണ് പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രി. അങ്ങനെ ഒരു സംസ്ഥാനം കൂടി BJP-യുടെ അധികാരത്തിന് കീഴിലായിരിക്കുന്നു. സുവേന്ദു അധികാരി പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രിയാവുന്നതോടുകൂടി പുതിയ ഒരു ചരിത്രം പിറക്കുകയാണ്. ശ്യാമപ്രസാദ് മുഖർജിയുടെ മണ്ണിൽ ആദ്യമായി, ചരിത്രത്തിൽ ആദ്യമായി BJP ഭരണം.